ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലുണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് വീട്ടിൽ വെച്ച് സൽമത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് നേരെ ഞങ്ങൾ തെക്ക് ഭാഗത്ത് കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടി വരിക. അപ്പോൾ ദ്വീപുകാരുടെ ഒരു പ്രത്യേക ഇത് അവർ എപ്പോഴും ചെയ്യുന്ന കാര്യം ഇത്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് തെക്ക് ഭാഗത്ത് വന്നിരുന്നിട്ട് കഴിക്കും. അവിടെയൊക്കെ ആകുമ്പം വീടുകളൊക്കെ കുറവാണ്, ആൾത്താമസം കുറവാണ്, മറ്റേ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ള. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കുന്നതാണ്. സൽമത്തും എല്ലാം വന്നിട്ടുണ്ട്. ഹായ് പറ, ഹായ് പറ, ഹായ്. നമ്മളിന്ന് ഫുഡൊക്കെ വെച്ചില്ലയോ? എന്താ വെച്ചത്? ഇട്ട് വെന്തത് ഉണ്ടാക്കി. ഞങ്ങൾ 4 പേര് കൂടിയിട്ട്, അപ്പോൾ 4 പേരുടെ വീട്ടിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് തെക്ക് ഭാഗത്ത് വെച്ച് കഴിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ടുബന്ധം ഉണ്ടാക്കി. ഈ ഇട്ടുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വെച്ചുണ്ടാക്കാം, ബീഫ് വെച്ചുണ്ടാക്കാം, മീൻ വെച്ചുണ്ടാക്കാം, പിന്നെ നമ്മുടെ അപ്പൽ വെച്ചുണ്ടാക്കാം. അപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒക്ടോപ്പസ് നീരാളി, ആ നീരാളി വെച്ച് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മളിതുവരെ അത് കഴിച്ചിട്ടില്ല. ഇറച്ചി, ചിക്കൻ, ബീഫ്, ഫിഷ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിരിന്തുകൊണ്ടുണ്ടാക്കും. നമ്മൾ അവിടെ നിർത്തുന്ന ഒരു പിരിന്തെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം അവർ പറയുന്നത് ഷെല്ല് പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. വേപ്പൂർ ഭാഗത്തൊക്കെ കിട്ടും വൈറ്റുള്ളത്. അത് വെച്ച് കിട്ടുമെന്നുണ്ടാക്കും. എല്ലാം ഇത് നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചൂരയുടെ ഇട്ടുബന്ധം ഉണ്ടാക്കി ഞങ്ങൾ. അപ്പോൾ അതും ഉണ്ടാക്കിക്കൊണ്ട് നേരെ ഞങ്ങൾ തെക്ക് ഭാഗത്ത് വന്ന്. അപ്പോൾ ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രസമല്ലയോ? നിങ്ങളെല്ലാവരും എപ്പോഴും ചെയ്യുന്നതല്ലേ? ഇടയ്ക്കൊക്കെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരും പിക്നിക്ക് വരും, കടലൊക്കെ കുടിച്ച് അങ്ങനെ. ഇപ്പം പിന്നെ കടലിൽ കുളിക്കാൻ പറ്റത്തില്ല, ഇപ്പം മൺസൂൺ സമയമാണ്. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി, ഞാനുണ്ട്, സൽമത്തുണ്ട്, ഷാക്കിയുണ്ട്, പിന്നെ റജീദ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാ. ഇനി അപ്പം എന്താ വന്ന വഴിയിൽ കുറേ ചെടികൾ കണ്ടില്ലയോ? ഞങ്ങൾ അടുത്ത ഇവിടുത്തെ ചെടികളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാ. ദ്വീപിൽ എന്തൊക്കെ ചെടികളാണ് ഉള്ളതില്ലയോ? അപ്പോൾ ഇട്ട് വെന്തത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചൂരമീൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചൂരമീൻ ആദ്യം ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ചേർത്ത് ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ചേർത്ത് പൊടികളും എല്ലാം ചേർത്തിട്ട് അരിയും ചേർത്തതിന് ശേഷം തേങ്ങാപ്പാലും വെള്ളവും ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇട്ട് വെന്തത്. നമ്മുടെ നാട്ടിലെയൊക്കെ ഇറച്ചി ചോറെന്ന് പറയുന്ന സംഭവമാണ് ഈ ലക്ഷദ്വീപിലെ ഇട്ട് വെന്തത്. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ് ഇട്ട് വെന്തതെന്ന് പറയുന്നത്. മറ്റു പല ദ്വീപുകളിലും ഇതിന് പല പേരും പറയുന്നുണ്ട്. ചില ദ്വീപുകളിൽ ദ്വീപ് ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഗത്തി ദ്വീപിൽ പറയുന്ന ഇതിനെ ഇട്ട് വെന്തത്. അപ്പോൾ ഇത് ചിക്കൻ വെച്ചും ബീഫ് വെച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് വെച്ചും പിന്നെ നമ്മുടെ ഒക്ടോപ്പസ് വെച്ചും പിന്നെന്താ മാസ്, അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇട്ട് വെന്തത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് പൊരിച്ച് വെച്ചിരുന്ന മീനും എല്ലാം ചേർത്ത് നമ്മുടെ ഇട്ട് വെന്തത് ഒരുവിധം സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഈ ഫുഡ് ഇതുപോലെ എടുത്തു കൊണ്ടുപോയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ചോറായത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന്. അപ്പോൾ എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ അരിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഇട്ട് വെന്തതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡിയായി, ഇനി പറ്റിയാൽ മതി. ഹായ്, എല്ലാവരും വന്നല്ലോ. എല്ലാം റെഡിയായോ? സെറ്റായോ? ആണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാം. അപ്പോൾ പോകാം. റെഡി. വിശന്ന് കടൽ കരിയുന്നു, എല്ലാവർക്കും വിശക്കുന്നു. ബാ, എനിക്ക് വിശക്കുന്നു. അതാ മല കയറി വന്നെല്ലാവരും വരുന്നു. അപ്പോൾ നമ്മൾ വന്നിരുന്നത് ബീച്ചിനോട് ചേർന്നിട്ട് ഒരു മരത്തിൻ്റെ തണലിലാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു. നമ്മുടെ പാത്രങ്ങളൊക്കെ പറന്ന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷീറ്റുമൊക്കെ വിരിച്ച് ഫുഡ് വിളമ്പാനായിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി. എല്ലാം എടുത്ത് സഞ്ചിയിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. പ്ലേറ്റ് സെറ്റ് എല്ലാ സംഭവം ഉണ്ട്. നല്ല അടിപൊളി കാറ്റ്.
കണ്ടോ ഞങ്ങൾ വന്ന് മരമൊക്കെ അപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്ത്. ആ തുറന്നോ സലാഡ്, കട്ടൻ ചായ, പപ്പടം, വെള്ളം ഒഴിച്ച് വെച്ച് അച്ചാറുണ്ട്. അവൻ ഞങ്ങൾ കഴിക്കാൻ പോയി. എല്ലാവരും റെഡി ഇല്ലയോ? അപ്പൊ എന്തോ ഇത് സംഭവം എന്തുവാ? നമ്മളെന്തോ കഴിക്കാൻ വന്നേക്കുന്നത്? ഇതിനെന്തോ പറയുന്നേ? കൂടി തിന്നാന്ന് പറയും. പെരുന്നാൾ കണ്ടാണ് നമ്മള് കൂടി തിന്ന കൂട്ടുകാരികളൊക്കെ കൂടിയിട്ട് വീട്ടിലെല്ലാവരും നമ്മൾ പൈസ ഒപ്പിച്ച് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മള് കൂടി തിന്നുന്ന കൂടി പോകാന്ന് പറയും. അതിപ്പോ നമ്മളൊരു പിക്നിക്ക് പോലെ ഇങ്ങനെ വരുമ്പോ ഫ്രണ്ട്സുമാരും വീട്ടുകാരൊക്കെ ഇങ്ങനെ വരും, കൂടി തിന്നാണ്ട് ചോറ്. അപ്പൊ ഞങ്ങൾ താണ്ട് കൂടി തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. എടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി തിന്നാൻ വേണ്ടി വന്നേക്കുവാ. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മള് മറ്റേ പിക്നിക്കിനൊക്കെ പോകുന്ന പോലെ നമ്മുടെ ദ്വീപിലുള്ള എല്ലാരും കൂടെ അവരുടെ ആകെ ഒരു എന്റർടൈൻമെന്റ് ഇതാ ഇല്ലയോ? എല്ലാരും കൂടെ കൂടി ഇതൊക്കെ വെച്ചതാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാ. നമ്മുടെ സ്പോട്ട് കണ്ടോ? സൂപ്പർ സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. കടലുതാ അടിച്ചു വരുന്നത്. സൂപ്പർ അല്ലയോ? എല്ലാവർക്കും നമ്മുടെ വിശന്ന് വിളി വന്ന്. ആ എടുത്ത വിളമ്പിക്കോ. ഞാൻ എടുത്തത് ആരെങ്കിലും മേബി വന്നെങ്കിലും എടുത്തോ. വിളമ്പിക്കോ. ചോറ് വിളമ്പി ബോട്ടുകാർ വരുന്നുണ്ടോ? ബോട്ടുകാർ പോകുന്നുണ്ട്. ഇത് ജാസിന്റെ സ്പെഷ്യലാണ്. ആദ്യമേ ഞാൻ ഒരു കട്ടനം കുടിക്കട്ടെ എന്തായാലും. ഇച്ചിരി സലാഡ് വെക്കണേ. എനിക്ക് വെച്ചത് കണ്ടോ? പപ്പടമൊക്കെ പാറി പോകുന്നു കാറ്റില് വേണ്ടി. ചോറ് പപ്പടത്തിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ എല്ലാരും എന്താ കഴിക്കാൻ തുടങ്ങുന്നു. കഴിക്കാം. ബിസ്മി എടുത്ത് കഴിച്ചു തുടങ്ങിയോ? റജീതയുടെ പപ്പടം ഒരിടത്ത് ഇരിക്കുന്നേ ഇല്ല. അങ്ങനുണ്ട്. അടിപൊളി അടിപൊളി. കഴിക്കും അങ്ങോട്ട്. എല്ലാരും കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? പ്രിപ്പറേഷൻ മൊത്തം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതെന്തോ ഈ മരം? നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തോ പറയുന്നേ? തേക്കോ? ഞങ്ങളുടെ നാട്ടിൽ തിന്നുവോ? അതെന്തോ ഉണ്ട് തിന്നാന്? ഞാണ്ടൊരു പൂ നിൽക്കുന്നല്ലോ. നല്ലൊരു പൂ നിൽക്കുന്നല്ലോ ഇതിനകത്ത്. വല്ല വിശക്കായിരിക്കും. ഇതിന് കൊത്തി വെക്കുമ്പോൾ ഇതിനകത്ത് പൊട്ടിക്കണം. നല്ല നല്ല കട്ടിയാണ്. പൊട്ടിക്ക്. കല്ലൊക്കെ വെച്ച് പൊട്ടിക്കണം. കല്ല് വെച്ച് പൊട്ടിക്കണോ? വൈറ്റ്സ് ആണ് ഇതിനകത്ത്. അപ്പൊ അത് നമ്മൾ കഴിക്കുന്നതാണ്. നമ്മളെന്താ പറയാ, ബദാമിന്റെ ഒക്കെ പോലെ ഒരു സാധനം. ഒന്ന് പൊട്ടിച്ചാലോ? ഒന്ന് പൊട്ടിച്ചു തരുമോ? ആ കത്തിയുണ്ടാ? നമുക്ക് കത്തി എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവര് തിന്നുന്നാ പറഞ്ഞത്. കേരളക്കാരോ? തമിഴ്നാട്ടുകാരൊക്കെ ഇത് വന്ന് കഴിക്കുമെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. എന്താണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാൻ പോവാ. ആണ്ടേ ഇത് പൊട്ടിക്കാൻ പോവാ. കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ഇത് മൊത്തത്തിൽ കടിക്കാവോ? മൊത്തത്തിൽ കടിക്കാവോ? ഈ സാധനം ഇത് അത് ഈ സംഭവം ഇവര് പറയുന്നത്. പിന്നെ കൊത്തി കൊത്തി കുറെ കൊത്തി വെക്കും ആ സാധനം. ഇത് നമ്മൾ കുറെ കഴിക്കണം. അപ്പൊ ശരിയേ ഉള്ളു. പക്ഷെ സംഭവം കൊള്ളാം. അതാ ഇവിടെ പണ്ടത്തെ ഞങ്ങൾ ബദാങ്ക ഒക്കെ പൊട്ടിക്കുന്ന പോലെ ഉണ്ട്. ആ നോക്കട്ടെ, അതിനകത്ത് ഇല്ലല്ലയോ?
തേനോ പിന്നും എന്തെങ്കിലും കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഇളക്കിയെടുത്തിട്ടേ കഴിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഈ ചെറിയൊരു വെള്ള സംഭവം പണ്ടെല്ലാം നമ്മൾ വരുന്നല്ലേ വറക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്തുനിന്നല്ലേ വറക്കാൻ സ്കൂളൊക്കെ കഴിയുമ്പോൾ ഇത് വറക്കുന്ന പണി ഉണ്ടായിരുന്നു ഈ ഒരു സീസൺ ആകുമ്പോഴേക്കും. പണ്ട് ഞങ്ങൾ ഇതുപോലെ ബദാങ്ക വറക്കുമായിരുന്നു. വണ്ടി എടുക്കണം നടക്കണം വണ്ടി എടുക്കാം വണ്ടി എടുക്കാം വണ്ടി എടുക്കണോ അന്നപ്പാ വണ്ടി എടുക്കണം ശരിയത് ആ മാവിന് കല്ലെറിയുന്ന പോലെ ഒരാൾ ഇവിടെ. ഇതെന്തുവാ ഈ മരത്തിന്റെ പേരെന്തുവാ? ഫാലാളം. ഇവര് പായ്ക്കാ ഫാ പറയുന്നത് പാലാളം. അവിടെ ബോട്ടുകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. അയ്യോ കൊച്ചിരി തല ഒന്നോ ഇതിനകത്ത് നല്ല പഴുത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഈ മരം ഉണ്ടോ? എനിക്കറിയത്തില്ല. ഓ അടുത്ത കൊച്ചു കല്ലും കട്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അമ്മ കായുണ്ടോ? കായുണ്ടോ? മേളിൽ കായുണ്ടോ ഇതിനകത്ത്? ഇതാണ് പാലാളം. നോക്കട്ടെ. അയ്യോ ഇത് അത്തിപ്പഴം പോലെ ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ്. ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണോ? ഞാൻ കഴിക്കാൻ പോവാ ഇത്. ആ ഇതിന് എന്തിൻ്റെ ഒരു രുചി ചാമ്പയ്ക്കയുടെ ചെറിയൊരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ കടൽ നല്ല അടിപൊളിയായിട്ട് മൺസൂൺ സമയത്തെ ആ ഒരു തിരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പോവാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ എയർപോർട്ടിലെ ജോലിക്കാരൊക്കെ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് മാറി ഇവിടെ വലിയൊരു മരമുണ്ട്. ഈ മരത്തിൻ്റെ തണലിൽ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നല്ല രസമുണ്ട്. നല്ല ഇങ്ങനെ അടിപൊളി ഷേപ്പിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു മരം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങോട്ട് വന്നില്ലയോ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ നല്ല രസമുണ്ട് ഈ സ്ഥലം. അടിപൊളി. ആ കാണുന്ന എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മരം, ഒരു ചെറിയ ഒരു തണൽ മരം. ചെറുതല്ല, വലിയ തണൽ മരം. ഈ മരത്തിൻ്റെ പേരെന്ത് സ്ഥലമത്തിലാന്നല്ലേ ഇത്? ചീരണി ഇല്ലയോ? ചീരണി മരമായത്. ചീരണി മരം നല്ല രസമുണ്ട്. ഒരു കൊച്ചു അതിനെ മണ്ടേ കയറിയിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്? അടിപൊളിയായിരുന്നല്ലോ. ഓളെ പൊളിച്ച് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പായിരുന്നു ഇല്ലയോ? കാറ്റ് അടിപൊളിയോ. അവിടെ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ കാറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം സൂപ്പറായിരുന്നു. ഞങ്ങളുള്ളത് എവിടെയാണെന്നറിയാമോ? ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിൻ്റെ തെക്ക് ഭാഗത്താണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ വടക്ക് ഭാഗത്തുള്ള നമ്മുടെ ജെട്ടിയിൽ വന്നു കേട്ടോ. ഈസ്റ്റേൺ ജെട്ടിയിൽ വന്നു. ബോട്ട് വന്നുണ്ടോ? അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? മീൻ മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ അവിടെ എല്ലാം. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ ജെട്ടിയിൽ വന്ന് ഇവിടെ ആൾക്കാർ ഇവിടെ എല്ലാം ഉണ്ട്. അതാ മീൻ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് മേടിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൊച്ചു സ്രാവ് വന്നെന്ന് പറഞ്ഞു. ചുമ്മാതായിരുന്നു, അത് ചൂരയായിരുന്നു, സ്രാവല്ല. വലിയ വാല് കണ്ടിട്ട് സ്രാവാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ അടിപൊളി. ഇന്ന് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നിന്റെ അഭിപ്രായങ്ങൾ പറ. ദിവസം കൂടിയാണ് വന്നത് അല്ലേ? അതെ, കുറേ ദിവസം ലീവായിരുന്നു. ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. വീണ്ടും തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി കണ്ടോളൂ. അപ്പം അങ്ങനെ വൈകുന്നേരം ഒത്തിരി ലേറ്റായി. അപ്പോൾ നേരം സന്ധ്യയായി. അപ്പോൾ നമ്മളെല്ലാവരും പിരിയാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടുകാരികളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരുടെ കൂടി അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.